ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈവ് സെഷൻ ആണ്, ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ഫസ്റ്റ് ടൈമിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ അത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, അഥവാ സമാന്തരശ്രേണിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സും തരും കേട്ടോ. അതായത് ഓണം എക്സാമിനുള്ള 4 ചാപ്റ്റേഴ്സും അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വരെ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോയിലല്ല, കുറച്ചൊരു ലെങ്തി ആണ്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ക്രിസ്മസ് എക്സാമിന്റെ ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എടുക്കുക, അതിലത്തെ ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യാൻ പറ്റും. സോ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ, അത് മറന്നു പോകരുത്. സോ ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇതാണ്, ഈ കാണുന്നത് ശ്രദ്ധിച്ചോളൂ മക്കളെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. 7, 13, 19 ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, ഒരു സമാന്തര ശ്രേണിയാണ്. നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്, നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എത്ര എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ മതി. 13 - 7 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. 13 - 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. ഓക്കെ, 13 - 7 ഈസ് ഈക്വൽ ടു 6. വാട്ട് ഈസ് ദിസ് 11th ടേം? ഇതുപോലെ ഏത് പദം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഇപ്പൊ 11ാമത്തെ പദം കാണണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പദത്തിനോട് അതിൽ നിന്നും 10 ഇടി കൂട്ടിയാൽ മതി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. എത്രാമത്തെ ടേം ആണോ കാണേണ്ടത്, സോ 1 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. ചിലപ്പോൾ 11ാമത്തെ ടേം തന്നിട്ട് 5ാമത്തെ ടേം കാണാൻ പറയും. 11ാമത്തെ ടേം തന്നിട്ട് 5ാമത്തെ ടേം കാണാൻ പറഞ്ഞാൽ 11 - 6 ഇടി. 11 - 6 വെച്ചാൽ എത്രയാണ്? 5. ഈ ഒരു കോൺസെപ്റ്റിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സോ 11ാം പദം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. x1 എന്ന് പറഞ്ഞാൽ 7 ആണ്, പ്ലസ് 10 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ ഇതൊരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. പല കുട്ടികളും 7 + 10 17 എഴുതും, 17 × 6 എഴുതും. തെറ്റാണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ബോർഡ് മാസ് ആണ്. ആദ്യം ഇൻറ്റു ചെയ്യണം. 60 + 7 67 ആണ് കേട്ടോ. ഓക്കെ, ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്താക്കാം, പ്രതീക്ഷിക്കാം. ഇതാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യം, കോമൺ ഡിഫറൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം. എന്നാൽ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, ഈ രീതിയിൽ ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രീതി വെച്ചിട്ടൊരു ചോദ്യം വരാം, പൊതുരൂപം വെച്ചിട്ട്, അതായത് ജനറൽ ഫോം ഒക്കെ വെച്ചിട്ട് കേട്ടോ. ചോദ്യം ഇങ്ങനെയാണ്, എ സീക്വൻസ് ഈസ് റിട്ടേൺ ബൈ ആഡിങ് 3 ടു ദി മൾട്ടിപ്പിൾ ഓഫ് 4. 4ന്റെ മൾട്ടിപ്പിൾ പറഞ്ഞാൽ 4, 8, 12, അത് 4n. അതിനോട് 3 ആഡ് ചെയ്യുന്നു. റൈറ്റ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദി സീക്വൻസ്. ഇതാണ് ഇതിന്റെ ബീജഗണിത രൂപം. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. 4ന്റെ മൾട്ടിപ്പിളിനോട്, 4ന്റെ മൾട്ടിപ്പിൾ പറഞ്ഞാൽ n-ന് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, അതിനോട് 3 ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിന്റെ ഓൾജിബ്രായിക് ഫോം അഥവാ xn എന്ന് പറയുന്നത്. റൈറ്റ് ദ ഓൾജിബ്രായിക് ഫോം. ഫൈൻഡ് ദ 10th ടേം ഓഫ് ദി സീക്വൻസ്. മക്കളെ, പൊതുരൂപം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബീജഗണിത രൂപം കിട്ടിക്കഴിഞ്ഞാൽ അതിലെ 10th ടേം കാണാൻ എന്ത് ചെയ്താൽ മതി, n-ന്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ മതി. അപ്പോൾ 4 × 10 40, 40 + 3 43. ഓക്കെ ആണല്ലോ. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അടുത്തൊരു ചോദ്യം നോക്കാം മക്കളെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പദമാണോ ടേം ആണോ എന്നൊരു ചോദ്യം. പദമാണോ? ഒരു പണിയില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ, ടേം ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഇക്വേഷൻ കാണിച്ചു തരാം. xn - x1/d ചെയ്യുമ്പോൾ റിമൈൻഡർ അഥവാ ശിഷ്ടം 0 ആണെങ്കിൽ, ഇത് കറക്റ്റ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 ആണെങ്കിൽ പദമാണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ സാധാരണ രീതിയിൽ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, റിമൈൻഡർ സെയിം ആണോ നോക്കുക. ഇങ്ങനെ 2 മെത്തേഡ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് ചെയ്യാം. അപ്പോൾ ടേം ഓർ നോട്ട്, പദമാണോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് ഈ രീതി ചെയ്ത് നോക്കാം. അപ്പോൾ xn എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ച ടേം പദം 100 ഒരു പദമാണോ? അപ്പോൾ 100 - x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതിൻ്റെ ആദ്യ പദം എത്രയാണ്? ആദ്യ പദം പറഞ്ഞാൽ 4 × 1 4 4 + 3 7 ഡിവൈഡ് ബൈ d എന്ന് പറഞ്ഞാൽ n-ന്റെ കൂടെയുള്ള നമ്പർ അല്ലേ, n-ന്റെ കൂടെയുള്ള നമ്പറാണ് d. അപ്പോൾ ചിലപ്പോൾ ഇതും തരും. ഇതുപോലെ ജനറൽ ഫോം വന്നിട്ട് ഇതിൻ്റെ d എത്ര, d എന്ന് പറഞ്ഞാൽ എത്രടാ, n-ന്റെ കൂടെയുള്ള നമ്പർ. f എന്ന് പറഞ്ഞാൽ എത്ര, ഫസ്റ്റ് ടേം 4 × 1 4 4 + 3 7 ബൈ d എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4. 100 a കുറച്ചാൽ 93 93/4. അപ്പോൾ ഇത് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എന്തല്ല, ടേം അല്ല. 100 ഇതിലത്തെ ഒരു പദമായിരിക്കില്ല. ഈ സാധാരണ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ടേം 7 ആണ്, ആ 7 നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 4 4 റിമൈൻഡർ 3, ശിഷ്ടം 3 കിട്ടി. ചില ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക.
അപ്പോൾ നമ്മൾ 100നെ ഇതേപോലെ എന്താക്കണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റ് എന്ത് കിട്ടും, 25 എന്ന് കിട്ടും. റിമൈൻഡർ 0. അപ്പോൾ ഇത് രണ്ട് വ്യത്യസ്തമാണ്. 3 0. അപ്പോൾ അതെന്തല്ല, പദമല്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിച്ച രീതിയിൽ ഓർത്ത് വെക്കുക. ടെൻഷൻ ആവരുത് കേട്ടോ മക്കളെ. ഇതൊക്കെ കാണുമ്പോൾ ഒരിക്കലും ടെൻഷൻ ആവരുത്. ഇൻ കേസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഈ വീഡിയോ മുഴുവനും കാണുക, കുറേ ഐഡിയ കിട്ടും. അതുകൊണ്ട് ചില ആളുകൾക്ക് ഇത് കാണുമ്പോൾ പഠിച്ചവൻ ഇതൊക്കെ എന്നോട് മറന്നു പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചിന്തിക്കേണ്ട. പറ്റുന്നിടത്തോളം നിങ്ങൾ കാണുക, പറ്റുന്നിടത്തോളം നിങ്ങൾ എഴുതിയെടുക്കുക. സമയം ഉണ്ടെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്ത് കാണുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിങ്ങൾ പേടിക്കരുത്, സെക്കൻഡ് ടേമിനെ നിങ്ങൾ പേടിച്ചുകൊണ്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. ഇനി ഇതൊക്കെ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി തരും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും. ഒരു എല്ലാ ടൈപ്പും കൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ ലെവൽ മെല്ലെ കൂട്ടി വരികയാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മക്കളെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്താക്കാം, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ചോദ്യം ഇങ്ങനെയാണ്, 2 ടേമുകൾ തരും. 5ാം പദം തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 19. 20ാം പദവും തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 64. ഇങ്ങനെ 2 കാര്യങ്ങൾ തന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് എന്നാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് വേറൊന്നുമല്ല, കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ടേം അറിയാമെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ TD ബൈ PD ആണ്. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. സോ ദ ആൻസർ ഈസ് 64 നിന്നും 19 കുറയ്ക്കുക, 20 5 കുറയ്ക്കുക. സിമ്പിളാണ്. 45 ബൈ 15 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 3 ആണ് കിട്ടും. കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. മക്കളെ അടുത്തൊരു കാര്യം ശ്രദ്ധിച്ചാൽ മക്കളെ, ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ, ഇതിന്റെ ഫസ്റ്റ് ടേം എത്ര അഥവാ ആദ്യ പദം എത്ര എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കോമൺ ഡിഫറൻസ് അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടേം നമുക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5ാമത്തെ ടേം നമുക്ക് ഓൾറെഡി അറിയാം. 5ാമത്തെ ടേമിൽ നിന്നും 4D കുറച്ചാൽ മതി അല്ലേ. 5th ടേം മൈനസ് 4D. 5th ടേം എന്ന് പറഞ്ഞാൽ 19. 19 മൈനസ് 4 × 3 7 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്? 7 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. ഫസ്റ്റ് ടേം F എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. D എന്ന് പറഞ്ഞത് 3. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ xn എത്ര എന്നൊരു ചോദ്യമുണ്ട്. ഇതിന്റെ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രൈക് ഫോം ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്കറിയാം dn പ്ലസ് f മൈനസ് d ആണ്. d എന്ന് പറഞ്ഞാൽ 3, n പ്ലസ് f എന്ന് പറഞ്ഞാൽ 7. സോ 3n പ്ലസ് 4 ഈസ് ദ റൈറ്റ് ആൻസർ. എത്രയാണ്? 3n പ്ലസ് 4. ഇതൊക്കെ ഒരു റിവിഷൻ ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇത് ആദ്യമായിട്ട് ഇതൊക്കെ കണ്ടിട്ട് കിളി പോയ അവസ്ഥയുള്ള ആളുകൾ ദയവേത് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ആവരുത്. അങ്ങനെ ടഫ് ഉണ്ട് തോന്നുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ കാണുക കേട്ടോ മാക്സിമം. അല്ലാത്ത കുട്ടികൾ നിർബന്ധമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യുക, കാരണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ടൈമിൽ നിന്ന് വന്ന ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചാൽ ഏകദേശം 10 മാർക്കോളം ഫസ്റ്റ് ടേമിൽ നിന്ന് വന്നിട്ടുണ്ട്, ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്ററുകളൊന്നും നിങ്ങൾ നോക്കിയില്ലെങ്കിലും അരിത്മെറ്റിക് സീക്വൻസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം കേട്ടോ. അടുത്തൊരു ചോദ്യം, റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്. ഇതിന്റെ xn തന്നു 4n പ്ലസ് 6. xn ഈസ് ഈക്വൽ ടു എന്താണ്? 4n പ്ലസ് 6 ആണ്. എങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ടേം എത്ര? ഒരു പണിയില്ല, n ന് 1 കൊടുക്കാം. 4 × 1 4 പ്ലസ് 6 10. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര? പൊതുവ്യത്യാസം n ന്റെ കൂടെയുള്ള നമ്പർ 4. n ന്റെ കൂടെയുള്ള നമ്പർ സിമ്പിൾ ആണ്. അടുത്ത എല്ലാവരും ശ്രദ്ധിച്ചോളൂ, സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഫൈൻഡ് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് ദി സം ഓഫ് ദി സീക്വൻസ്. ഇതിന്റെ സമ്മിന്റെ ഓൾജിബ്രൈക് ഫോം മക്കളെ ഇത് പഠിച്ചു വെച്ചോളൂ വേണമെങ്കിൽ. d/2 × n സ്ക്വയർ, d/2 × n സ്ക്വയർ പ്ലസ് f മൈനസ് d/2 × n. ഇതാണ് ഇക്വേഷൻ. എന്താണ്? d/2 × n സ്ക്വയർ പ്ലസ് f മൈനസ് d/2 × n. ഇത് നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രിയിൽ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ല ഇതാണ്, ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. d/2 എന്ന് പറഞ്ഞാൽ എത്രയാണടാ? ഓൾജിബ്രൈക് ഫോം കാണാൻ ഡിന്റെ പകുതി പറഞ്ഞാൽ 4ന്റെ പകുതി, 4ന്റെ പകുതി × n സ്ക്വയർ പ്ലസ് f എന്ന് പറഞ്ഞാൽ എത്ര? 10. 10 നിന്ന് കുറയ്ക്കുക, 4ന്റെ പകുതി കുറയ്ക്കുക × n. ഇതാണ് ആൻസർ. 4ന്റെ പകുതി പറഞ്ഞാൽ 2, 2n സ്ക്വയർ പ്ലസ് 10 നിന്ന് 2 കുറച്ചാൽ 8n. ഇതാണ് ഇതിന്റെ ഓൾജിബ്രൈക് ഫോം, സമ്മിന്റെ ഓൾജിബ്രൈക് ഫോം. ഇനി ഇക്വേഷൻ പഠിച്ചില്ലെങ്കിൽ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എത്രയാണോ d വരുന്നത് അതിന്റെ പകുതി എടുക്കുക, എന്നിട്ട് അതിന്റെ കൂടെ n സ്ക്വയർ ഇടുക. പ്ലസ് ഈ രണ്ടും എത്രയും കൂട്ടിയാലാണ് 10 കിട്ടുക നോക്കുക. ഈ രണ്ടും എത്രയും കൂട്ടിയാലാണ് 10 കിട്ടുക? 8. സോ 8 ആണ് ആൻസർ വരിക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ വേണ്ട ആളുകൾ, ഒരു A+ ലെവലൊക്കെ വിചാരിക്കുന്ന ആളുകളും ഫുൾ മാർക്ക് ലെവലൊക്കെ വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ അത് ചെയ്യാൻ നല്ലതാണ്. ഓക്കെ, സോ ഇനി പ്രധാനപ്പെട്ട ഒരു 4-5 ചോദ്യം കൂടി ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യം വരെ നിങ്ങൾ പ്രതീക്ഷിക്കാം. മക്കളെ ഈ ചോദ്യം അല്പം വ്യത്യസ്തമാണ്. ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദത്തിന്റെയും 19ാം പദത്തിന്റെയും തുക 125.
8th ടേം പ്ലസ് 19th ടേം. ഈ രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ടേമുകൾ തന്നുകൊണ്ട് നിങ്ങളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? അടുത്ത കോൺസെപ്റ്റിലേക്ക് വരും. 7ാം പദത്തിന്റെ 20ാം പദത്തിന്റെ തുക എത്ര? x7 + x20. ഇത് പല ആളുകൾക്കും ഇപ്പോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യട്ടെ. കാരണം നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് ഏറ്റവും ഊർജ്ജം വരുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. നമ്മളതൊക്കെ വായിച്ച് നോക്കും കേട്ടോ. മാക്സിമം വായിച്ച് നോക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ഇത്രേ പണിയുള്ളൂ. 8ഉം 19ഉം കൂട്ടി എത്ര നോക്കുക? 27. ആ സെയിം 27 ആണ് ഇവിടെ വരുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവ് 125 തന്നെ ആയിരിക്കും. ഇവിടെ എത്രയാണോ ഉത്തരം അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക എപ്പോഴും. ഇതന്നെ സെയിം വരണം കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യം ഉണ്ട്. 6ാം പദം 40 ആണെങ്കിൽ 21ാം പദം എത്ര? 6ാം പദം 40 ആണെങ്കിൽ 21ാം പദം എത്ര? എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം? 6ാം പദവും എത്രാമത്തെ പദവും കൂട്ടിയാലാണ് 125 കിട്ടുക അല്ലേ? കാരണം 20, 27, 21, 6, 27. അപ്പോൾ ആ കോൺസെപ്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. 6ാം പദം 40 ആണ്. സോ അതിന് 21ാം പദം നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. എത്രയാണ്? 21ാം പദം എന്ന് പറഞ്ഞാൽ 125 - 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 85 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 85 ആണ്. മക്കളെ അടുത്തൊരു ചോദ്യം. ആദ്യത്തെ 26 പദങ്ങളുടെ തുക നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. SN എന്ന് പറഞ്ഞാൽ എന്താടാ? n/2 × x1 + xn. x1 + xn. ഈ ഡി ഒക്കെ അറിയാമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും കേട്ടോ. DF അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ SN എന്ന് പറഞ്ഞാൽ S26 എന്ന് പറഞ്ഞാൽ എന്താ? 26/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. യെസ് മക്കളെ, അതിൽ നമുക്ക് അറിയാവുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളൂ. x1ഉം x26ഉം അറിയില്ല. പക്ഷേ x1ഉം x26ഉം കൂട്ടിയാൽ എത്ര നിങ്ങൾക്ക് അറിയാം. കാരണം 8, 19, 27, 7, 20, 27, 6, 21, 27. അപ്പോൾ 1, 26 എത്രയായിരിക്കും? 27. സോ ഇതിന് ആൻസർ 13 × 125 കേട്ടോ. ഇതിന് ആൻസർ എത്ര നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻസർ എന്ത്? ഇതൊരു A+ ലെവൽ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. പക്ഷേ സിമ്പിളാണ്. ഇതേപോലെ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഇതേ ടോപ്പിക്കിൽ നിന്ന് 5 മാർക്കിന് വരുന്നുണ്ട്. സെയിം മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മിഡിൽ ടേം അഥവാ മധ്യബിന്ദുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യമാണ്. ഇത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 140. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 ആണ്. ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ആദ്യത്തെ 11 പദങ്ങളുടെ തുക 440 ആണ്. ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മക്കളെ, ആദ്യത്തെ n പദങ്ങൾ, ആ n എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണെങ്കിൽ, അതായത് ഒറ്റ സംഖ്യ ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എന്തുണ്ട്? ഒരു മിഡിൽ ടേം ഉണ്ടാവും, മധ്യപദം. അതായത് നടുവിലൊരു പദം ഉണ്ടാവും. ഇപ്പൊ 7 നമ്പർ എടുക്കുകയാണെങ്കിൽ നടുവിൽ ആരുണ്ട്? കറക്റ്റ് നടുവിൽ ഒരാളുണ്ട്. 4ാമത്തെ ആൾ നടുവിലേക്ക്, 4ാമത്തെ ആൾ അല്ലെ? 7 എണ്ണം എടുക്കുകയാണെങ്കിൽ 4ാമത്തെ ആൾ. അപ്പൊ 5 എണ്ണം എടുക്കുകയാണെങ്കിൽ 3ാമത്തെ ആൾ. 3 എണ്ണം എടുക്കുകയാണെങ്കിൽ 2ാമത്തെ ആൾ നടുവിലായിരിക്കും. അപ്പോൾ 7 എണ്ണം എടുക്കുകയാണെങ്കിൽ അതിനോട് 1 കൂട്ടുക 8. 7 എണ്ണം എടുക്കുകയാണെങ്കിൽ അതിനോട് 1 കൂട്ടുക 8. അതിന്റെ പകുതി എത്ര? 4. അപ്പൊ 4ാമത്തെ ആൾ ഇതിന്റെ കറക്റ്റ് നടുവിലായിരിക്കും. അത് തുക ബൈ എണ്ണം അഥവാ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. സോ ദ ആൻസർ ഈസ് 20. ഇതേപോലെ ഇവിടെ 11 ആണെങ്കിൽ അതിനോട് 1 കൂട്ടുക 12. അതിന്റെ പകുതി 6. 440/11 = 40. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടി. 4ാം പദം കിട്ടി, 6ാം പദം കിട്ടി. എന്ത് കിട്ടിയടാ? 4ാം പദം 6ാം പദം കിട്ടി. എന്ത് കിട്ടും? യെസ്, നമുക്ക് ആദ്യം എന്ത് കിട്ടി? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? 4ാം പദം എത്ര? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 6ാം പദം എത്ര? കിട്ടി. 4ഉം കിട്ടി, 6ഉം കിട്ടി. 2 മാർക്കായി. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് കാണാൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം. സോ 20/2 = 10. ഓക്കെ, അപ്പോൾ അതും കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് എ ഫസ്റ്റ് ടേം? ഇതിന്റെ 1ാം പദം കാണാൻ നമുക്കറിയാം 4ാം പദത്തിൽ നിന്ന് 3 d കുറച്ചാൽ മതി. 4ാം പദം 20 ആണ്, അതിന് 3 d കുറയ്ക്കാം. 20 - 30 എന്നാൽ -10. ഇതും 5 മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത് മിസ്സാക്കേണ്ട കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതിന് 3 ക്വസ്റ്റ്യൻ ചാപ്റ്ററിന് ആവശ്യമുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ ഈ ചാപ്റ്റർ ഏകദേശം ഫുള്ള് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഓണം എക്സാമിനൊക്കെ പോയ ലൈവുകൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓണം എക്സാമിന്റെ സമയത്ത് പോയ ഇമ്പോർട്ടൻ്റ് ആയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഓരോ ചാപ്റ്ററും അരിത്മെറ്റിക് സീക്വൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ ഫസ്റ്റ് സൈലത്തിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുന്നില്ലെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസുകൾ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ എടുത്ത് കാണാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഏത് ചാപ്റ്ററും നിങ്ങൾക്ക് കിട്ടും. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 3n² + 5n. 3n² + 5n. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. ആദ്യത്തെ 20 പദങ്ങളുടെ തുക.
അപ്പോൾ എന്നിന് 20 കൊടുത്താൽ മതി. 3 × 20 സ്ക്വയർ പ്ലസ് 5 × 20. 20 സ്ക്വയർ 400, 1200, 1200, 1300 അല്ലേ? ചെയ്ത് നോക്കാം. എടാ 20 സ്ക്വയർ 400, 400 × 3 1200, 5 × 20 100, 1300. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്? മക്കളെല്ലാവരും ശ്രദ്ധിച്ചോളൂ. SN തന്നുകൊണ്ട് SN എന്ന് പറഞ്ഞാൽ എത്ര? 3n സ്ക്വയർ പ്ലസ് 5n. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു. SN എന്നാൽ എന്താ? d/2 × n സ്ക്വയർ പ്ലസ് f മൈനസ് d/2 × n. ഇവിടെ നിങ്ങൾ നോക്കൂ, ഡീൻ്റെ പകുതി എന്നാൽ 3 ആണ്. ഡീൻ്റെ പകുതി 3 ആണ്. അപ്പോൾ ഡി എത്രയ്ക്കും? ഇവിടെയുള്ള നമ്പറിൻ്റെ ഇരട്ടി. 3 ഇരട്ടി എത്ര? 6. n കാണാൻ ഒരു പണിയില്ല. എന്നിന് 1 എടുത്താൽ മതി. 1 f ആദ്യ പദവും S1 എന്താണ്? സെയിം ആണ്. അപ്പോൾ എന്നിന് 1 എടുത്താൽ 3 × 1 സ്ക്വയർ 3 പ്ലസ് 5 × 1 5 3 പ്ലസ് 5. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും കേട്ടോ. അത് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ nth ടേം. n-ാം പദം കാണുക. nth ടേം എന്ന് പറഞ്ഞാൽ എന്താ? n-ാം പദം ബീജഗണിത രൂപം അത് xn ആണ്. xn എന്ന് പറഞ്ഞാൽ dn പ്ലസ് f മൈനസ് d 6n + 2. സിമ്പിളാണ് കേട്ടോ. അപ്പം ആ രീതിയിലും നിങ്ങൾക്ക് എന്താക്കാം? 5 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കുക കേട്ടോ. ഇനി ഞാനൊരു ചോദ്യം കാണിച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാണുന്ന ചോദ്യം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സം അഥവാ തുക അല്ലാത്ത എല്ലാ ടോപ്പിക്കും ഇതിലുണ്ട്. തുകയുമായി ബന്ധപ്പെട്ട ചോദ്യമല്ലാത്ത എല്ലാ ടോപ്പിക്കും ഇതിലുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ഇതിലുണ്ട് എല്ലാ കോൺസെപ്റ്റും. ശ്രദ്ധിച്ചോ. 5, 9, 13 ഒരു സമാന്തര ശ്രേണിയാണ് എങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എത്ര? 9 - 5 = 4. വാട്ട് ഈസ് ഇറ്റ്സ് 11th ടേം? ഇതിന്റെ 11ാം പദം എത്ര? ഒന്നാമത്തെ പദത്തിനോട് 10d കൂട്ടുക. പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ 5 10 × 4 5 + 40 45. ഓക്കെ, അത് രണ്ടും നമ്മൾ ചെയ്തതാണ്. അടുത്തൊരു ചോദ്യം നോക്കാം മക്കളെ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 20th ടേം ആൻഡ് 35th ടേം? അഥവാ 35ാം പദത്തിൻ്റെയും 20ാം പദത്തിൻ്റെയും വ്യത്യാസം എത്ര? ഈ രണ്ട് പദങ്ങൾ തമ്മിൽ കുറയ്ക്കുകയാണെങ്കിൽ എത്ര കിട്ടും? നമുക്കറിയാം 35ൽ നിന്നും 20 കുറച്ചാൽ എത്ര? 15 ആണ്. അപ്പോൾ 15 ഇടിന്ന് കിട്ടും. ഇതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 35ാം പദം എന്ന് പറഞ്ഞാൽ എന്താ? 20ാം പദത്തിനോട് എത്ര ഡി കൂട്ടിയാൽ മതി? 15 ഡി കൂട്ടിയാൽ മതി. ഉണ്ടോ? 35 എന്ന് പറഞ്ഞാൽ 20 + 15. ആ കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ആ പ്ലസ് 20 ഇങ്ങോട്ട് വന്നാൽ മൈനസ് ആയി. സെയിം ഐഡിയ. അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ എത്ര? 15 ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? സമം 15 × d എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. സോ 60 കിട്ടും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം കിട്ടി. നാലാമത്തെ ചോദ്യം എന്താടാ? ഈസ് ദ ഡിഫറൻസ് ഓഫ് എനി 2 ടേംസ് ഓഫ് ദി സീക്വൻസ് വിൽ ബി 100. ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 ആകുമോ? മക്കളെ, അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഈ ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 ആകുമോ എന്ന് വെച്ചാൽ ഒരു പണിയില്ല. ഡിഫറൻസ് നോക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആ തന്ന നമ്പറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. തന്ന നമ്പറിനെ കൃത്യമായിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര? 25. കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ യെസ് ഇസ് ദ റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ്? കാരണം 100നെ 4 കൊണ്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാം. വി ക്യാൻ ഡിവൈഡ് 100/4. അല്ലെങ്കിൽ 100 is the multiple of 4. 100 എന്ന് പറയുന്നത് 100 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ്. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് ചെയ്താൽ മതി. ഓക്കെ, അത് ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് n? മക്കളെ, എത്രാമത്തെ പദം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്രാമത്തെ പദം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? n. n കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. xn മൈനസ്, അറിയാത്ത ആളുകൾ വേണമെങ്കിൽ എഴുതി വെക്കാം, /d. ഇത് നമ്മൾ നേരത്തെ ചെയ്തു. അതിനോട് ഒരു 1 കൂട്ടി കൊടുത്താൽ മതി. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സദാ പോലെ xn കണ്ടുപിടിക്കാം. xn എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. xn എന്ന് പറഞ്ഞാൽ എത്ര? dn + f - d. d എന്ന് പറഞ്ഞാൽ 4 പ്ലസ് f - d. 5 - 5 4 9 അല്ലേ? 5 - 4 4n + 1. അപ്പോൾ അവസാന പദമായിട്ട് നിങ്ങൾ എന്തെടുക്കുക? 125 എടുക്കുക. ഇതൊരു മെത്തേഡ്. അവസാന പദമായിട്ട് നിങ്ങൾ എന്തെടുക്കുക? 125. അപ്പോൾ 4n + 1 = 125. 4n = 125 എന്ന് വെച്ചാൽ 124. സോ n = 124/4. ഇപ്പം 12ൽ 30 31. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഓർ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്ത ആൻസറാ. xn എന്ന് പറഞ്ഞാൽ അവസാന പദം 125, x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം 5, കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ 4 + 1. അപ്പം 125 എന്ന് വെച്ചാൽ 120, 120/4 പറഞ്ഞാൽ 30, 30 + 1 31. ഓക്കെ, ഈ രണ്ടിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം കേട്ടോ. ഏതാണെങ്കിലും നിങ്ങൾ ഇത്രേ പറയാനുള്ളൂ. എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്നെ സിംഗിൾ ആക്കി വെച്ചാൽ മതി. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും.
100 ഈ ശ്രേണിയിലെ പദമാകുമോ? ഞാൻ വീണ്ടും പറയുന്നു, ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, പദമാണോ ചെക്ക് ചെയ്യാൻ, ടേം ഓർ നോട്ട്. നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ xn - x1/d ഇത് മാത്രം ചെയ്താൽ മതി. xn - x1/d +1 ആണ്. എത്ര എണ്ണം? ആ +1 ഒഴിവാക്കിയാൽ ടേം ആണോ പദമാണോ? അപ്പൊ xn എന്ന് പറഞ്ഞാൽ എത്ര? നമ്മൾ 100 ചോദിച്ചത്. സോ 100 - ആദ്യ പദം എന്ന് പറഞ്ഞാൽ എത്രയാ? 5/d എന്ന് പറഞ്ഞാൽ എത്രയാ? 4 + 1. 3 5 കുറച്ചാൽ 95 ആണ്. 95നെ 4 കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ശ്രേണിയിലെ പദമാണോ എന്ന് ചോദിച്ചാൽ 100 ഈ ശ്രേണിയിലെ പദമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും നോക്കാം. 4n + 1 xn = 100 എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 4n + 1 = 100 എന്ന് കിട്ടും. അപ്പോൾ 4n = എന്ത് കിട്ടും? 100 എന്ന് വെച്ചാൽ 99. അപ്പോൾ n നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 99 നമുക്ക് കൃത്യമായിട്ട് 4 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പദമല്ല. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നോ പ്രോബ്ലം കേട്ടോ. സോ അതാണ് ഈ ടോപ്പിക്കിൽ ഞാൻ ചെയ്യാൻ വിചാരിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത്. അതിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. അതിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നിങ്ങളൊന്ന് നോക്കുക. പിന്നെ സമ്മ് തുകയാണ് പഠിക്കാനുള്ളത്. പിന്നെ പാറ്റേൺ, നമ്പർ പാറ്റേൺ വേണ്ട ആളുകൾക്ക് നമ്പർ പാറ്റേൺ, അരിത്മെറ്റിക് സീക്വൻസ് സൈലന്റ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കിട്ടും. ജസ്റ്റ് ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിപ്പിക്കാൻ വിചാരിച്ചത്. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തരാം? ഇപ്പൊ തന്നെ കേട്ടോ, ഒരുപാട് സമയമല്ല, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിന്റെ ചോദ്യം കൂടി തരാം. അതിനുശേഷം 2 ചാപ്റ്ററും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉണ്ടാവും. മുഴുവനും ഇരുന്ന് കാണുക. രാവിലെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. മക്കളെ, അങ്ങനെ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക് എടുക്കണം. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മിക്കവാറും ഇതിൽ നിന്ന് വരുന്നത് 4 മാർക്കിന്റെ ഒരു ചോദ്യമായിരിക്കും. പക്ഷേ ഞാൻ 2 മാർക്കിന് വരുന്ന ചോദ്യം കൂടി ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് മക്കളെ, ഏറ്റവും ആദ്യം ഞാൻ 2 മാർക്കിന്റെ ചോദ്യമാണ് പറയുന്നത്. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുകയാണ്. ഒരു കോയിൻ, സാധാരണ കോയിൻ. നമുക്കറിയാം അവിടെ ഹെഡും ഉണ്ട് ടൈലും ഉണ്ട്. മൊത്തം 2 എണ്ണുള്ളത്, ടോട്ടൽ 2 എണ്ണുള്ളത്. അതുകൊണ്ട് പ്രോബബിലിറ്റി അഥവാ സാധ്യത എഴുതുമ്പോൾ എപ്പോഴും അടിയിൽ ടോട്ടൽ എഴുതണം. എത്ര ഹെഡ് ഉണ്ട്? 1. സോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എത്ര? 1/2. ഇനി തല കിട്ടാനുള്ള സാധ്യത, തല കിട്ടാതിരിക്കാനുള്ളത് P of not A. അപ്പൊ നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി അഥവാ ആകെ സാധ്യത എപ്പോഴും 1 ആയിരിക്കും. അതിൽ നിന്നും നമുക്ക് കിട്ടിയ ഉത്തരം കുറച്ചാൽ മതി. 1 കുറച്ചാൽ എത്ര? അതും 1/2 തന്നെയാണ്. നമുക്കറിയാം ഹെഡ് കിട്ടാതിരിക്കാന്ന് പറഞ്ഞാൽ അത് ടെയിൽ ആവാന്നുള്ള. ആകെ എത്ര ടെയിൽ ഉണ്ട്? 1. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഇതിൽ ബേസിക് സിമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ടോപ്പിക് ഈ കാണുന്ന ടോപ്പിക്കാണ്. ഇതിൽ നിന്നും, ഈ ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാൻ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഈ ചോദ്യമല്ല പഠിക്കേണ്ടത്, ഇവിടെ ഞാൻ പറയുന്ന കോൺസെപ്റ്റ് ആണ്. ശ്രദ്ധിച്ചോളൂ. ഒരു പാത്ത് ഇതുപോലെ ഏത് ചോദ്യം വന്നാലും നിങ്ങളോട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, ആദ്യം തന്നെ ഇതുപോലെ ചോദ്യം വരുന്ന സമയത്ത് ഒരു ബോക്സ് ഒക്കെ വരക്കാൻ ശ്രമിക്കുക. സൈഡിൽ എവിടെയെങ്കിലും വരച്ചാൽ മതി. ഒരു പാത്രത്തിൽ മൊത്തം 30 ബോൾ ഉണ്ട്. അതിൽ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഈസ് 7/30. വൈറ്റ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞത് 7/30 ആണ്. നമുക്കറിയാം ടോട്ടൽ 30 എണ്ണം ഉണ്ടെങ്കിൽ 7 വൈറ്റ് ആണ്. 7/30. പിന്നെന്ത് പറയുന്നുണ്ട്? ഗെറ്റിംഗ് റെഡ് ബോൾ എന്ന് പറഞ്ഞാൽ 3/10 ആണ്. P ഓഫ് റെഡ് എന്ന് പറഞ്ഞാൽ 3/10 ആണ്. 3/10. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും മിക്കവാറും ചോദ്യം വരിക. ഒന്നാം ചോദ്യം, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾ? അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടി. വൈറ്റ് കിട്ടാനുള്ള സാധ്യത 7/30 ആണ്. ആകെ 30 ഉണ്ട്. സോ 7. ഒന്നാമത്തെ ആൻസർ എത്രയാണ്? 7 ആണ്. രണ്ടാമത്, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഫ്രം ദി ബോക്സ്? ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എത്ര? നമുക്കറിയാം വൈറ്റ് 7 എണ്ണം ഉണ്ട്. റെഡ് എത്ര എണ്ണാണ് നമുക്ക് അറിയില്ല. പക്ഷെ അതിന്റെ പ്രോബിലിറ്റി 3/10 ആണ്. നമ്മൾ പഠിച്ചിട്ട് അടിയിൽ എപ്പോഴും ടോട്ടൽ എഴുതാം. അപ്പൊ ടോട്ടൽ 30 എണ്ണം ഉണ്ട്. പക്ഷെ ഇവിടെ 10 എണ്ണം ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 3 ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 9/30. അപ്പൊ നമുക്ക് മനസ്സിലായി റെഡ് എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട്. അപ്പൊ ബ്ലാക്ക്, നമ്മളോട് എന്താ ചോദിച്ചത്? ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ? അപ്പൊ 9ഉം 7ഉം 16. ബാക്കി എത്ര ഉണ്ട്? 14 എണ്ണം ഉണ്ട്. ബ്ലാക്ക് എത്ര ഉണ്ട്? 14. സോ ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എത്രയാ? 14/30. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ 7/15 എന്ന് എഴുതാം. ഇനി ഇത്ര എഴുതിയാലും ഫുൾ മാർക്കാണ്. ഓക്കെ, അതൊരു അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് സിമ്പിൾ ആയിട്ട്. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഇഫ് 3 റെഡ് ബോൾസ് ആർ ടേക്കൺ ഫ്രം ദി ബോക്സ്? ഇതിൽ നിന്ന് ഞാൻ 3 റെഡ് ബോൾ കൂടി പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് 3 ബോൾ പുറത്തെടുക്കാന്ന് പറഞ്ഞാൽ അത് 6 ബോളാവും. നമുക്കറിയാം അതിൽ നിന്ന് 3 ബോൾ ടോട്ടലി പോകും അല്ലേ? 30 എണ്ണത്തിൽ 3 എണ്ണം പോകും, ടോട്ടലിൽ നിന്നും പോകും. അപ്പോൾ എത്ര ആൻസർ? ലാസ്റ്റത്തെ ആൻസർ 6/27. ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2/27 9 2/9 എഴുതാം. ഒരു പവർഫുൾ ആയിട്ടുള്ള 4 മാർക്കിന്റെ ചോദ്യമാണ് ഈ കാണുന്നത്. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതേ രീതിയിൽ ഒരു ക്വസ്റ്റ്യനോട് ഞാൻ പഠിപ്പിക്കാം. കാരണം എന്താ വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് മോഡൽ ആയതുകൊണ്ടാണ് ആ കോൺസെപ്റ്റ് എന്ന് വരുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിക്കുന്നത്.
ഒരു സഞ്ചിയിൽ കുറച്ച് റെഡും ഉണ്ട് കുറച്ച് ഗ്രീനും ഉണ്ട്. എത്രയാണെന്നൊന്നും തന്നിട്ടില്ല. കുറച്ച് റെഡും ഉണ്ട് കുറച്ച് ഗ്രീനും ഉണ്ട്. ഓക്കെ, പിന്നെന്ത് പറയുന്നുണ്ട്? ഈ സഞ്ചിയിൽ നിന്ന് നോക്കാതെ ഒരു പന്ത് എടുത്താൽ അത് ചുവന്നതാവാനുള്ള സാധ്യത 1/4 ആണ്. പി ഓഫ് റെഡ് എന്ന് പറയുന്നത് 1/4 ആണ്. പിന്നെന്താ പറഞ്ഞത്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇഫ് ദർ ആർ 8 റെഡ് ബോൾ? ഇതിൻ്റെ ഉള്ളിൽ 8 ചുവന്ന ബോൾ ഉണ്ട് എങ്കിൽ ഇതിൽ ടോട്ടൽ എത്ര പന്തുണ്ട്? റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 1/4 ആണ്. അപ്പോൾ മൊത്തം 8 ഉണ്ടെങ്കിൽ നമ്മൾ മുകളിലും താഴത്തും എത്ര കൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട്. സോ 8/32. അപ്പോൾ എത്ര ബോൾ ഉണ്ട്? 32. അപ്പോൾ ഇതിൽ എത്ര ഗ്രീൻ ഉണ്ടാവും? 24. സിമ്പിൾ ആണ്. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ബോൾ ടേക്കൺ ആസ് ഗ്രീൻ? എത്രയാണ്? 24. പ്രോബിലിറ്റി ആണ് ചോദിച്ചത്. സോ 24/32. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെന്താക്കാം? 3/4 എന്ന് എഴുതാം അല്ലേ? 8 എണ്ണം 3 32 4. ഇനി അല്ലെങ്കിൽ റെഡിന്ന് ടോട്ടലിന് റെഡ് കുറയ്ക്കാം. 1 - 1/4. ഞാൻ നേരത്തെ പറഞ്ഞു. 1 1/4 വെച്ചാൽ എത്രയാണ്? 3/4 ആണ്. അങ്ങനെ വേണമെങ്കിൽ ആൻസർ ചെയ്യാം. 3/4. ഓക്കെ, വാട്ട് ഈസ് ദ സം ഓഫ് ബോത്ത് പ്രോബിലിറ്റി? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? രണ്ടും കൂടി കൂട്ടിയാൽ ഒരു പണിയില്ല. 1/4 3/4 കൂട്ടിയാൽ എപ്പോഴും എത്രയായിരിക്കും? ടോട്ടൽ എപ്പോഴും 1 ആയിരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് ടോട്ടലാണ്. എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 1. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, 1 എന്ന് എഴുതിയാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ഈ പാത്രത്തിൽ എന്തുണ്ട്? കുറെ ചുവപ്പ് പന്തുകളും കുറെ നീല പന്തുകളുള്ള ഒരു പെട്ടി. കുറെ ചുവപ്പ് പന്തും കുറെ നീല പന്തുള്ള ഒരു പെട്ടി. ആ പെട്ടിന് ഒരു ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത A/B. പി ഓഫ് റെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? A/B ആണ്. അപ്പോൾ നീല കിട്ടാനുള്ള സാധ്യത എത്ര? 1 - A/B. ഇത്രേ ഉള്ളൂ. 1 - A/B എന്ന് എഴുതിയാൽ ഫുൾ മാർക്കാണ്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ B × 1 B A/B എന്ന് എഴുതാം. ഇതും ഫുൾ മാർക്കാണ് കേട്ടോ. അപ്പൊ ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻ കേസ് ഈ ടോപ്പിക്ക് നല്ല ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ടോപ്പിക് ഇതായിരിക്കും. പെയർ അഥവാ ജോഡികൾ വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ രണ്ടിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിനായിരിക്കും മിക്കവാറും ഈ ചാപ്റ്ററിന് വരുന്ന ചോദ്യം. ഫസ്റ്റ് ടൈമിലുള്ള 4 മാർക്കിന്റെ ഒരു ചോദ്യമായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ചിലപ്പോൾ 4 മാർക്കിന്റെയും ഒരു 2 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ വന്നേക്കാം. സാധ്യത കുറവാണ്, എന്നാലും പറയാണ്. ഇതുപോലെ ചോദ്യം വന്നാൽ മിക്കവാറും ചിലപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തരിക, അല്ലെങ്കിൽ എന്തായിരിക്കും തരിക? സ്കൗട്ട്, ഗൈഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും തരിക. ചിലപ്പോൾ നമ്പർ ആയിരിക്കും തരിക. ഒരു പാത്രത്തിൽ 1 2 3 4 5 സ്ലിപ്പുകളും മറ്റൊരു പാത്രത്തിൽ 1 2 3 4. അത് ഈ സെയിം കോൺസെപ്റ്റ് ആണ്. 10A 25 ബോയ്സും 20 ഗേൾസും. 10A 25 ബോയ്സും 20 ഗേൾസും. ഓക്കെ, 10B 26 ബോയ്സും 24 ഗേൾസും. 10B 26 ബോയ്സും 24 ഗേൾസും. രണ്ടിൽ നിന്നും നമ്മൾ ഓരോരുത്തരെ വീതം എടുക്കാന്ന് പറഞ്ഞാൽ ടോട്ടലി ജോഡിയാണ് വരിക. രണ്ടിൽ നിന്നും ഓരോരുത്തർ എടുക്കാൻ ജോഡിയാണ്. സോ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഗേൾസ്? അപ്പൊ നമ്മൾ ആദ്യം ടോട്ടൽ എഴുതണം. ടോട്ടൽ പോസിബിലിറ്റീസ്, ആകെ സാധ്യത. ഇപ്പൊ 25 20 45 26 20 24 50 ആണ്. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴെത്രയ്ക്കും? ടോട്ടൽ എന്നാൽ രണ്ടും കൂടി ഗുണിക്കാം. 45 × 50. 45 × 50 തന്നെ എത്രടാ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2250 കിട്ടും. ഇതാണ് ടോട്ടൽ വരിക. ടോട്ടൽ. പക്ഷെ നമ്മൾ ടോട്ടൽ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ പരീക്ഷ ചോദിക്കും ആകെ ജോഡികളുടെ എണ്ണം എത്ര? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്? ഇതാണ് ആൻസർ. അത് ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കാരണം നമുക്ക് പ്രോബബിലിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അത് വേണം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഗേൾസ്? രണ്ടും ഗേൾസ് ആണുള്ള സാധ്യത എത്ര? 20 × 24. ഗേൾസ് തന്നെ എത്ര? 24 ആണ്. 20 × 24 തന്നെ എത്ര? 480. 480 ചെറുതാക്കാൻ പറ്റുന്ന ആൾക്കാർ ചെറുതാക്കാൻ, അല്ലാത്ത ആൾക്കാർ ഇത്ര എഴുതിയാലും മതി കേട്ടോ. 480 / അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ബോയ്സ്? 2 ബോയ്സ് ആണുള്ള സാധ്യത എത്ര? 2 ബോയ്സ് എത്ര? 25 26 ബൈ ടോട്ടൽ. 25 × 26 എത്രടാ? 650 ബൈ 2250. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ? ഒരു ബോയ് ഒരു ഗേൾ. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു ബോയ് ഒരു ഗേൾ എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. 25 ബോയ്സ് 24 ഗേൾസ്. ഒരു ബോയ് ഒരു ഗേൾ. 25 ബോയ്സ് 24 ഗേൾസ് പ്ലസ്. അപ്പൊ ഇത് കഴിഞ്ഞു. 25 ബോയ്സ് 24 ഗേൾസ് പ്ലസ് 20 ഗേൾസ് 26 ബോയ്സ് ബൈ ടോട്ടൽ. ഒരു ബോയ് ഒരു ഗേൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ആദ്യത്തേന്ന് ബോയ് രണ്ടാമത്തേന്ന് ഗേൾ, രണ്ടാമത്തേന്ന് ബോയ് രണ്ടാമത്തേന്ന് ഗേൾ, ആദ്യത്തേന്ന് ബോയ്, അങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 25 × 24 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. 25 × 24 എന്ന് പറഞ്ഞാൽ എത്ര? 600 ആണ്. 600 പ്ലസ് 20 × 260 എന്ന് പറഞ്ഞാൽ 520 ആണ് അല്ലേ? 20 × 26 പറഞ്ഞാൽ ബൈ 2250. അപ്പൊ എത്ര കിട്ടും? 1120 ഡിവൈഡ് ബൈ 2250.
ഓക്കെ, അപ്പോൾ 4 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതാണ് ഒന്നാമത്തെ ചോദ്യം? ടോട്ടൽ പെയറുകൾ. ടോട്ടൽ പെയർ ആണ് ജോഡികൾ, ആകെ ജോഡി. രണ്ടാമത് നമ്മൾ എന്ത് പഠിച്ചു? ഒന്ന് ബോയ്, 2 ബോയ് ആവാം, 2 ഗേൾ ആവാം, 1 ബോയ് 1 ഗേളും ആവാം. ഇതിലാകെ 2 ചോദ്യം കൂടി ഉള്ളൂ. അറ്റ്ലീസ്റ്റ് 1 ബോയ്, അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും ആവാനുള്ള സാധ്യത എത്താം മക്കളെ. ഒരു ബോയ് എങ്കിലും ആവുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ബോയ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ടോട്ടൽ എടുക്കുക. അതിൽ നിന്നും നമുക്കറിയാം ഒരു ബോയ് എങ്കിലും ആണെന്ന് പറഞ്ഞാൽ ഗേൾ ഉണ്ടാവാനേ പാടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ, ടോട്ടലിൽ നിന്നും ഗേൾസിന് അങ്ങ് കുറയ്ക്കാം. ഗേൾസ് എത്ര ഉണ്ട്? ഒന്നാമത്തെ ചോദ്യം എന്താ? 2 ഗേൾസ് അല്ലേ? ഗേൾസ് എത്ര ഉണ്ട്? 650. അപ്പോൾ ടോട്ടലിൽ നിന്ന് 650 കുറയ്ക്കാം ബൈ ടോട്ടൽ. ടോട്ടലിൽ നിന്നും 650 കുറയ്ക്കാം. 2250 നിന്നും 650 കുറയ്ക്കാം. അപ്പോൾ തൊട്ട് 1600 ബൈ 2250. ഇനി അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പകരം അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്നാണെങ്കിലോ? അറ്റ്ലീസ്റ്റ് 1 ഗേൾ, ഒരെണ്ണമെങ്കിലും പെൺകുട്ടി ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ എടുക്കുക, അതിന് 2 ബോയ്സും അങ്ങ് കുറയ്ക്കുക. 2 ബോയ്സ് ആയിട്ട് എത്ര ഉണ്ട്? 2 ബോയ്സ് ആയിട്ട് 25 26 25 × 26 എവിടെ പോയി? 25 × 26 650. അത് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് ഉണ്ടോ? അടുത്ത് 480 ആട്ടോ. 20 × 24 480 ആണ്. 2 ഗേൾസ് എത്ര ആളുള്ളത്? 480 ആട്ടുള്ളത്. 480 ഞാൻ ചെയ്തത് 480. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും 480. 2250 480 കുറച്ച് എത്ര? 1707 ആട്ടോ വരാം. 1700 480. ഞാൻ ഈ ആൻസർ ആയിപ്പോയി ലാസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടാവും 480 ആണ്. ഇപ്പോൾ 650 കുറയ്ക്കാം. 650 ബൈ 1250 2250 അടിയിലെപ്പോഴും ടോട്ടൽ. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ടും 1600 ബൈ 2250. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാനുള്ളത്. അതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആ 3 നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാം. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ ചിത്രങ്ങൾ തന്നുകൊണ്ട് 2 മാർക്കിന് ചോദ്യം വരും. അപ്പോൾ ഒന്നും നോക്കണ്ട, വേഗം ഒരേ ഷേപ്പ് ആക്കി കളാം. ഒരേ ഷേപ്പ് അങ്ങ് ആക്കുക, ചിത്രത്തെ ഒരേ ഷേപ്പ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ 4 കിട്ടി. 1 2 3 4. ഇപ്പോൾ ഈ റെഡിൻ്റെ ഉള്ളിൽ വീഴാനുള്ളതാണെങ്കിൽ മൊത്തം 2 എണ്ണം ഉണ്ട്, ടോട്ടൽ 4 എണ്ണം ഉണ്ട്. ഇപ്പോൾ റെഡിൻ്റെ ഉള്ളിൽ വീഴാനുള്ള സാധ്യത എത്ര? റെഡിൻ്റെ ഉള്ളിൽ 2, ടോട്ടൽ 4, 2/4. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചോദ്യം വരാം. ഇപ്പോൾ ഈ കാണുന്ന ചിത്രമാണെങ്കിൽ ഇവിടെ ഷെയ്ഡ് ചെയ്തത് എത്ര ഉണ്ട്? മൊത്തം 360 ഡിഗ്രിയാണ്. ആ 360 120 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം. അത് 1/3 പാർട്ടാണ് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം അല്ലേ? 1/3 പാർട്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്ര? 2/3. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോബിലിറ്റി. ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത 1/3, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത 2/3. ഡോട്ട് വിത്തിൻ ദ അൺഷെയ്ഡഡ് പാർട്ട്, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് 1/3, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴാനുള്ള 2/3. അപ്പോൾ ഇതുപോലെ ചിത്രം തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം? ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇത് സർക്കിൾ മൊത്തത്തിലുണ്ട്. അതിൻ്റെ പകുതി കറക്റ്റ് പകുതി വന്ന ഒരു ഭാഗമാണ്. വാട്ട് ഈസ് ദ ഇതിട്ടാൽ ഒരു കുത്തിയിട്ടാൽ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത. ഷെയ്ഡ് ചെയ്ത ഭാഗത്താണ് ചോദിച്ചത്. ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് 1 ഉള്ളൂ, 1/2. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്താക്കാം? ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതലുള്ളത് ഒന്ന് പെയർ അഥവാ ജോഡികളും അതോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞ കാര്യമാണ് കേട്ടോ. സോ ഇതൊരു ചെറിയൊരു റിവിഷൻ ആയിട്ട് കണ്ടാൽ മതി. ഞാൻ വീണ്ടും പറയുകയാണ്, ഫസ്റ്റ് പാർട്ടിൽ നിന്നും നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തൊന്നും പഠിക്കേണ്ട. ഇതുപോലത്തെ ചോദ്യങ്ങൾ പഠിക്കുക. പക്ഷേ പറ്റുന്ന ആളുകൾ, അല്ലാത്ത പാർട്ടൊക്കെ കണ്ടു കഴിഞ്ഞ ആളുകൾ നിർബന്ധമായിട്ടും എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കുക. അല്ലാതെ ചാപ്റ്ററുകൾ പെൻഡിങ് ഉള്ള ആളുകളൊന്നും ഇത് കഷ്ടപ്പെട്ട് എന്താക്കേണ്ട, സമയം ഒരുപാട് കളഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ പഠിക്കണമെന്നില്ല. ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ക്ലാസ്സുകളൊക്കെ കണ്ട് റിവൈസ് ചെയ്തൊക്കെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ഇതും കൂടി പഠിച്ചാൽ അവർക്ക് ഫുൾ മാർക്ക് നന്നായിട്ട് തന്നെ വാങ്ങാൻ പറ്റും കേട്ടോ. സോ എന്തിനാണെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഴുതി സെക്കൻഡ് ചാപ്റ്ററും 4th ചാപ്റ്ററും ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ വരുന്നുണ്ട്. സോ ഈ 2 വീഡിയോയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാ ക്ലാസ്സുകളും കണ്ടതിന് ശേഷം നിങ്ങളെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ ഷാഹിദ് ഫ്രം ചാപ്റ്റർ ലേണിംഗ്. ബൈ. അപ്പം ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ പബ്ലിക് ലൈവ് മാരത്തോൺ വരാൻ പോവാണ്. എല്ലാ ദിവസവും രാത്രി 7 മണിക്കാണ് വരാൻ മറക്കരുത് കേട്ടോ. ഹലോ ഡിയേഴ്സ് മക്കളെ, നമ്മളുടെ 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സർക്കിൾസും അതുപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസും, അതായത് വൃത്തങ്ങളും 2ാം കൃതി സമവാക്യങ്ങളും നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ 3 ആംഗിളുകൾ ഉണ്ടല്ലോ, ACB, ADB, AEB. ഈ 3 ആംഗിളും 3 കോണുകളും കൂട്ടിയാൽ 260 ഡിഗ്രിയാണ്. അതിൽ തന്നെ മക്കൾ നോക്ക്, ഡി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാ? ഡി ഇസ് ഓൺ ദ സർക്കിൾ. AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെങ്കിൽ ആംഗിൾ
ADB എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ആ 3 ആംഗിളിൽ ഒരു ആംഗിൾ 110 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. 3 ആംഗിൾസിൽ ഒരു ആംഗിൾ 110 ഡിഗ്രിയാണ്. അത് ഏത് ആംഗിൾ ആയിരിക്കും? ആലോചിച്ച് നോക്ക്. സർക്കിളിന്റെ ഉള്ളിൽ പോയിന്റ് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ C എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആണ്, വൃത്തത്തിന് അകത്താണ്. അങ്ങനെ വൃത്തത്തിന് അകത്താണെങ്കിൽ ആംഗിൾ 90 കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ആംഗിൾ ACB ആണ് 110 ഡിഗ്രി അല്ലെ. ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാ? 3 ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 260 ആണ്. അപ്പൊ ആംഗിൾ AEB എത്രയായിരിക്കും? AEB 260 ആണ്. 3 ആംഗിൾ കൂട്ടിയാൽ, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 200 ആയി. 260 നിന്ന് 200 കുറച്ചാൽ എത്രയാ മക്കളെ? 60 ഡിഗ്രി. സിമ്പിൾ ആയിട്ട് ലോജിക്ക് മാത്രം അപ്ലൈ ചെയ്താൽ ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. ഇവിടെ സംശയമേ നമുക്ക് വേണ്ട. ഈ ആംഗിൾ C എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ആംഗിൾ ഈസ് മോർ ദാൻ 90 ഡിഗ്രി. D എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ സർക്കിൾ ആണ്. therefore ആംഗിൾ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, 90 ഡിഗ്രിക്ക് തുല്യമാണ്. അതുപോലെ E എന്ന് പറയുന്ന വൃത്തത്തിന് പുറത്താണ്, ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പൊ ആംഗിൾ എത്രയാ? ലെസ് ദാൻ 90 ഡിഗ്രി. ശരിയല്ലേ? അതിലൊന്നും നിങ്ങൾക്ക് ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ആംഗിൾ A 120 ആണ്, ആംഗിൾ B 70 ആണ്, ആംഗിൾ C 80 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ D എത്രയാണ്? 120ഉം 80ഉം കൂടെ കൂട്ടിയാൽ 200. അപ്പോ 70 ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അപ്പോഴല്ലേ കൂട്ടിയാൽ 360 ഡിഗ്രി വരിക. ശരിയല്ലടാ? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി ആണ്. അപ്പോ നോക്ക്, 120ഉം 80ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 200, 270. 270നോട് 90 കൂട്ടിയാലാണ് 360 കിട്ടുക. സോ ആംഗിൾ D എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ആംഗിൾ D എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഈ ചോദ്യത്തിൽ എന്താ പറയുന്നത്? AC വ്യാസമായി വൃത്തം വരച്ചാൽ, AC വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ D എവിടെയായിരിക്കും? അതുപോലെ B എവിടെയായിരിക്കും? നോക്കുക, ഡിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ആംഗിൾ D 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഓൺ ദ സർക്കിൾ. ശരിയല്ലേ? വൃത്തത്തിലായിരിക്കും, വൃത്തത്തിൽ. സംശയമില്ലല്ലോ. അതുപോലെ തന്നെ ആംഗിൾ B എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ B എന്ന് പറയുന്ന പോയിന്റ് എവിടെയാ? ഔട്ട്സൈഡ് ദ സർക്കിൾ. ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. അതിലൊരു ഡൗട്ടും മക്കൾക്ക് വേണ്ട കേട്ടോ. ഔട്ട്സൈഡ് ദ സർക്കിൾ അഥവാ വൃത്തത്തിന് പുറത്ത്. വൃത്തത്തിന് പുറത്ത്. ഓക്കെ ആണല്ലോ? വൃത്തത്തിന് പുറത്തായിരിക്കും B എന്ന് പറയുന്ന പോയിന്റ്. ഇനി അടുത്തത്, എ സർക്കിൾ പാസിംഗ് ത്രൂ ABC. എയും ബിയും സിയും ഈ 3 പോയിന്റും കണക്ട് ചെയ്ത് പോകുന്ന ഒരു സർക്കിൾ, എയിലൂടെയും ബിയിലൂടെയും സിയിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിൾ. അതില് ഡിന്റെ സ്ഥാനം എവിടെയാണ്? ഡിയിലൂടെ പാസ് ചെയ്യുമോ എന്നതാണ് ചോദ്യം. നോക്കാം, അത് കാണാനുള്ള ട്രിക്ക് വളരെ സിമ്പിൾ ആണ് മക്കളെ. ആംഗിൾ ബിയും ആംഗിൾ ഡിയും അല്ലേ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ്? ആംഗിൾ ഡി 90 ആണെന്ന് നമുക്കറിയാം. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാ? 70 + 90, അതായത് 160 ഡിഗ്രി ആണോ? എത്രയാണ്? 160 ഡിഗ്രി, വിച്ച് ഈസ് ലെസ് ദാൻ, അത് 180 ഡിഗ്രിയിൽ കുറവല്ലേ? ലെസ് ദാൻ 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ കിട്ടുന്നത് 160 ഡിഗ്രിയാണ്. അത് 180 കുറവല്ലേ? 180 കുറവാണെങ്കിൽ ഡി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. വൃത്തത്തിന്റെ പുറത്താണ് മക്കളെ ഡി എന്ന് പറയുന്നത്. ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം ഡി എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ ആണ്. 180 കൂടുതലാണെങ്കിലോ ഡി വൃത്തത്തിനകത്താണ്. ഇവിടെ 180 കുറവാണ്. 180 കുറവാണെങ്കിൽ ഡി എവിടെയാ? വൃത്തത്തിന്റെ പുറത്ത്. ഓക്കെ ആണല്ലോ? ഡി എന്ന് പറയുന്നത് വൃത്തത്തിന്റെ പുറത്തായിരിക്കും. കൃത്യമായിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ? അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചിത്രത്തില് O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. O സർക്കിളിന്റെ സെന്റർ ആണെങ്കിൽ മക്കൾക്കറിയാം OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും റേഡിയസ് ആണ്. ശരിയല്ലേ? അപ്പൊ തന്നെ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയി. ഇത് 30 ആണെങ്കിൽ നമുക്കറിയാം ഇതും 30. 30 30 60. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ എത്രയാ മക്കളെ?
ആ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് 60ഉം 120ഉം കൂട്ടിയാലല്ലേ 180 വരിക. ശരിയല്ലേ? സെൻട്രൽ ആംഗിൾ 120. ഇത് 120 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇത് 120 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ 60. ശരിയല്ലേ? ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. നോ ഡൗട്ട്. ശരിയല്ലേ? ആംഗിൾ AOC എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ആംഗിൾ AOC 120. അതിന്റെ പകുതിയാണ് ആംഗിൾ ABC. ഇവിടെ വേറൊരു കാര്യം എന്റെ മക്കൾക്ക് തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്ന നീളവും BC എന്ന് പറയുന്ന നീളവും സെയിം ആണ്. ABയും BCയും സെയിം ആണ്. ABയും BCയും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ, സമപാർശ്വ ത്രികോണല്ലേ, സമപാർശ്വ ത്രികോണമാണ്. ഈ സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ, സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതായത് എല്ലാ സൈഡും സെയിം ആണ് മക്കളെ. ഇവിടെ ABയും ACയും ഈക്വൽ ആയതുകൊണ്ട് അത് എന്തിനും ഈക്വൽ ആണ്? ACക്കും ഈക്വൽ ആണ്. അത് ACക്കും ഈക്വൽ ആണ്. എത്ര തന്നെയാണ് AC? 5 സെന്റിമീറ്റർ. അതായത് ഇതൊരു സമപാർശ്വ ത്രികോണാണ്. അതിന്റെ ഒരു വശം അതിന്റെ ഒരു കോണ് 60 ഡിഗ്രി ആണെങ്കിൽ എല്ലാ കോണും എത്രയാണ്? 60 ഡിഗ്രിയാണ്. അതായത് അതൊരു സമഭുജ ത്രികോണായിരിക്കും. അതുകൊണ്ട് തന്നെ AC എത്രയാണ്? AC 5 സെന്റിമീറ്റർ. നോ ഡൗട്ട്. ഇനി ആംഗിൾ ABC നമ്മൾ കണ്ടുപിടിച്ചു, ആംഗിൾ AOC കണ്ടുപിടിച്ചു, ആംഗിൾ OCA കണ്ടുപിടിച്ചു 30 ഡിഗ്രി. ആംഗിൾ OCA എന്ന് പറയുന്നത് നമുക്കറിയാം 30 ഡിഗ്രി ആണ് അല്ലേ? ഇനി നമ്മൾ വിളിച്ചെന്താ? ആംഗിൾ ADC. നമുക്കറിയാം ഓപ്പോസിറ്റുള്ള ആംഗിൾസ്. ഇത് 60 ആണെങ്കിൽ ഇവിടെ ആംഗിൾ എത്രയാ? 180 മൈനസ് 60 ചെയ്ത് കഴിഞ്ഞാൽ 120 ഡിഗ്രി. ശരിയല്ലേ? മുകളിലുള്ള ആംഗിൾ 60, 180 60 കുറയ്ക്കുക, താഴെയുള്ള ആംഗിൾ കിട്ടും 120 ഡിഗ്രി. സെറ്റ് അല്ലേ? സംശയമില്ലല്ലോ. അടുത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുക. ശ്രദ്ധിക്കാം. സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ. സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ. നോക്കുക, ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 മൂലയും എവിടെയാണുള്ളത്? 4 മൂലയും സർക്കിളിലാണ് അല്ലേ? വൃത്തത്തിനകത്താണ്. വൃത്തത്തിലാണ് എന്തുള്ളത്? വൃത്തത്തിനകത്തല്ല, വൃത്തത്തിലാണ് എന്തുള്ളത്? 4 മൂലയും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എന്താ വിളിക്കുക? മലയാളത്തിൽ നമ്മൾ വിളിക്കും ചക്രീയ ചതുർഭുജം. ശരിയല്ലേ? ചക്രീയ ചതുർഭുജം. മലയാളത്തിൽ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താ വിളിക്കുക? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ്, ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ശരിയല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എന്താ പറയാ? എതിർകോണുകൾ അനുപൂരകമാണ് എന്നാണ് നമ്മൾ പറയാ. എന്താ പറയാ? എതിർകോണുകൾ അനുപൂരകം. അനുപൂരകം എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എത്രയാ? 70 ആണെങ്കിൽ 70നോട് എത്ര കൂട്ടിയാലാ 180 കിട്ടുക? 70നോട് 110 ഡിഗ്രി കൂട്ടിയാലാണ് 180 കിട്ടുക. അത്രയും മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ. ഓക്കെ ആണല്ലോ. അപ്പോ നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഈ കാണുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 30 ഡിഗ്രിയാണ്. ഇത് 30 ഡിഗ്രിയാണേ. ഓക്കെ, ഇനി ഞാൻ പേര് കൊടുക്കാം. ABCD. നോക്ക് മക്കളെ, എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ഏതൊക്കെ ആംഗിൾ അവിടെ ഉള്ളത്? എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ആംഗിൾ. എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്നത് ABD, അതുപോലെ ACD. ശരിയല്ലേ? എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്നത് ആംഗിൾ ABD നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ആംഗിൾ ACD. കാരണം എന്താ? ആംഗിൾസിന്റെ സെയിം ആർക്കാണ്. സെയിം ആർക്കിൽ വരുന്ന ആംഗിൾ ABD അതുപോലെ ACD അത് ഇത്ര തന്നെയാണ് 30 ഡിഗ്രി. നോ ഡൗട്ട്.
സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. അതുപോലെ ഇത് 30 ആണെങ്കിൽ ഇതും 30 എന്ന് കിട്ടില്ലേ. അതേപോലെ നമുക്ക് പറയാം ഇത് 50 അല്ലേ, ഇത് 50 ഡിഗ്രിയാണ്. ഏത് ആംഗിൾ അത്? ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി ആണെങ്കിൽ ബിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന രണ്ടാമത്തെ ആംഗിൾ ഏതാ? ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നത് എത്രയാടാ? 50 ഡിഗ്രി. ബി ഡി സി എന്ന് പറയുന്നതും 50 ഡിഗ്രി. മോനെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് പിടിച്ചോ. ഈ ആംഗിള് തന്നിട്ടുണ്ട് 45 ഡിഗ്രി. 45 ഡിഗ്രി ഏതാ ആംഗിൾ അത്? ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. നോക്ക്, എയിൽ തുടങ്ങി സിയിലേക്ക് വന്നു, ബിയിലേക്ക് പോയി. അതായത് എ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന ആംഗിൾ. മറ്റൊന്നും ഇവിടെ ഉണ്ടല്ലോ, ആംഗിൾ എ ഡി ബി. അതും എത്രയാണ്? 45 ഡിഗ്രി. അതും 45 ഡിഗ്രി. സോ ഇത് 45 ആണെങ്കിൽ ഇതും 45 ഡിഗ്രി. ഓക്കെ ആണല്ലോ. 45 നോ ഡൗട്ട്. സംശയമല്ലല്ലോ. കാരണം എ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന രണ്ട് ആംഗിൾസ്, അതായത് സെയിം ആർക്കിലുള്ള ആംഗിളുകളാണ്. അതുകൊണ്ട് അത് സെയിം ആയിരിക്കും. അടുത്ത ഒരു പോയിന്റ് ആണ് മക്കളെ ഓർത്ത് വെക്കേണ്ടത്. ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടിയാൽ എത്രയാ? ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ എത്രയാണ്? അപ്പൊ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ നമുക്കറിയാം 180 ഡിഗ്രിയാണ്. ആംഗിൾ സി എന്ന് പറയുന്നത് 30 45 കൂടെ കൂട്ടിയാൽ 75 ആണ്. പ്ലസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ പറ, ആംഗിൾ എ എത്രയാ? ആംഗിൾ എ എന്ന് പറയുന്നത് 180 നിന്ന് 75 കുറയ്ക്കുക, അപ്പൊ നിങ്ങൾക്ക് കിട്ടും 105 ഡിഗ്രി. എത്രയാണ്? 105 ഡിഗ്രി അല്ലേ? 105 ഡിഗ്രിയാണ് ആംഗിൾ എ. അങ്ങനെയാണെങ്കിൽ എത്രയാണ് മക്കളെ ആംഗിൾ ഡി എ സി? എത്രയാ ഡി എ സി? നിങ്ങൾ നോക്ക്, ഡി എന്ന് തുടങ്ങുന്നു, എയിലേക്ക് പോകുന്നു, സിയിലേക്ക് വരുന്നു. അതാണ് ഡി എ സി. ഓക്കെ, ഡി എ സി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഡി എ സി എന്ന് പറയുന്നത് 105 ആണ് ആംഗിൾ എ. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 50 കുറയ്ക്കുക. 105 50 കുറച്ചാൽ 55 ഡിഗ്രി. ശരിയല്ലേ? ഡി എ സി എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. ഡി എ സി 55 ഡിഗ്രി ആണെങ്കിൽ എത്രയാ എന്റെ മക്കളെ? നിങ്ങൾ പറ. ഡിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന മറ്റൊരു ആംഗിൾ ഉണ്ടല്ലോ, ഡി ബി സി. ഡി ബി സി എന്ന് പറയുന്നതും 55 ഡിഗ്രി. ഡി ബി സി എന്ന് പറയുന്നതും 55 ഡിഗ്രി. എന്റെ മോനെ സെറ്റ്. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി. ഡി ബി സിയും 55 ഡിഗ്രി. എല്ലാ ആംഗിളും കിട്ടിയല്ലോ. ഡി എ സി എന്ന് പറയുന്നത് 55 ആണ്. അതുപോലെ ഡി ബി സി എന്ന് പറയുന്നതും 55 ഡിഗ്രി. സെറ്റ്. ഒരു ഡൗട്ടും ഇല്ല. ക്ലിയർ. അപ്പൊ എല്ലാ ആംഗിളും കണ്ടുപിടിച്ചു. ഇനി ഡയഗണൽസിന്റെ ബിറ്റ്വീനിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കണം. ഇത് 55, ഇത് 45. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? പറ്റൂലടാ. ഈ ആംഗിള് എത്രയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്? 55 45 കൂടെ കൂട്ടിയാൽ എത്രയാ? 100. 100നോട് 80 കൂട്ടിയാലല്ലേ? ശരിയല്ലേ? ഇത് 80 ആണെങ്കിൽ ഇതും 80 അല്ലേ? അത്രേ ഉള്ളൂ. ഇത് 80 ആണെങ്കിൽ ഇതും 80. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ എത്രയാ? ഇത് 100. അപ്പോഴല്ലേ 180 വരിക. ഇതും 100. മോനെ സെറ്റ് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. സംശയമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡൗട്ടൊന്നുമില്ല എന്ന് വിശ്വസിച്ചോട്ടെ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട 2 പോയിന്റുകൾ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 2 പോയിന്റുകൾ കൂടെ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. എന്താണ്? 2 കോഡുകൾ എ ബിയും സി ഡിയും പി എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അതായത് പി എന്ന് പറയുന്ന പോയിന്റിലാണ് എ ബിയും സി ഡിയും കൂട്ടിമുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കണം പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. സംശയമല്ലല്ലോ. അതുപോലെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പൊ ഒരു സർക്കിള്, ഈ സർക്കിളിനകത്ത് ഡയമീറ്റർ ആണെന്ത്? എ ബി. ഡയമീറ്ററിന് ലംബമായിട്ടുള്ള ഒരു ഞാണാണ് സി ഡി. ഡയമീറ്ററിന് ലംബമായി വരയ്ക്കുന്ന ഞാണാണ് നമ്മുടെ സി ഡി. അങ്ങനെയാണെങ്കിൽ പഠിച്ചു വെച്ചോ, പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത്
പി സി സ്ക്വയറിന് ഈക്വൽ ആണ്. പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി സി സ്ക്വയറിന് ഈക്വൽ ആണ്. അത് പഠിച്ചു വെക്കാം. ഇവിടെ പി സി എന്ന് പറയുന്നതും പി ഡി എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. ഓക്കെ ആണല്ലോ? ആ ഒരു കാര്യം കൂടെ എന്റെ മക്കള് ഓർത്ത് വെക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ ചോദ്യമാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ചോദ്യം. The sum of the numbers denoted by the perimeter and area of a square is 140. ഒരു സ്ക്വയറിന്റെ സൈഡ് എക്സ് എന്നെടുത്താൽ രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സൈഡ് എക്സ് ആണെങ്കിൽ അതിന്റെ ഏരിയ എക്സ് സ്ക്വയർ അല്ലേ മക്കളെ? സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണെങ്കിൽ ഏരിയ എക്സ് സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പെരിമീറ്റർ 4x. അത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതല്ലേ എന്റെ സം എന്ന് പറയുന്നത്? കൂട്ടിയാൽ കിട്ടുന്നതല്ലേ സം? എക്സ് സ്ക്വയറും 4x കൂട്ടിയാൽ 140. അപ്പൊ എങ്ങനെയാ നമ്മൾ വർഗത്തിക ഉപയോഗിച്ചത് ചെയ്യുക? എക്സ് സ്ക്വയർ പ്ലസ് 4x ഈസ് ഈക്വൽ ടു 140. 4 ആണ് എക്സിന്റെ മുന്നിലുള്ള നമ്പർ അല്ലേ? എക്സ് ആണ് നോക്കുക 4x. അപ്പൊ നോക്കുക 4ന്റെ പകുതി എത്രയാ? 2. 2ന്റെ സ്ക്വയർ 4. രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിലും 4 ആഡ് ചെയ്യാം. ആ 4 എങ്ങനെയാ കിട്ടിയത്? ഇവിടെ ഉള്ള നമ്പർ നോക്കുക 4x. എക്സിന്റെ മുമ്പിൽ 4. 4ന്റെ പകുതി 2. 2ന്റെ സ്ക്വയർ 4. അടിപൊളി. അപ്പൊ എങ്ങനെ ഇതാ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 140 പ്ലസ് 4. അതിനെ 144. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. ശരിയല്ലടാ? 4ന്റെ പകുതി എത്രയാ? 4ന്റെ പകുതി പ്ലസ് 2. അടിപൊളി. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് മക്കൾ നോക്കണേ, എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 144, അതായത് 12. എക്സ് പ്ലസ് 2 12 ആണെങ്കിൽ എക്സ് എത്രയാ മക്കളെ? എക്സ് എന്ന് പറയുന്നത് 12 മൈനസ് 2, അതായത് 10. എക്സ് എന്ന് പറയുന്നത് 10 ആണ്. ശരിയല്ലേ? സെറ്റ് ആണല്ലോ. ലെങ്ത് ഓഫ് സൈഡ് 10 യൂണിറ്റ്. യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 10 യൂണിറ്റ് നൽകിയതാണ്. ഇത്രയും സിമ്പിൾ. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി, കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ. The perimeter of a rectangle is 48 centimeter. പെരിമീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 48 സെന്റിമീറ്റർ. അപ്പോ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ അല്ലെ? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. അത് എത്രയാ? 48 എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്രയാടാ? 48ന്റെ പകുതി. നീളവും വീതിയും കൂടെ കൂട്ടിയാൽ 48ന്റെ പകുതി 24 ആണല്ലോ. 24. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെല്ലാരും ശ്രദ്ധിച്ച് നോക്കിക്കോ. നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് എടുത്തു. അപ്പൊ എക്സ് പ്ലസ് ബ്രെഡ്ത്ത് 24 ആണല്ലോ. അപ്പൊ ബ്രെഡ്ത്തിനെ നമുക്ക് എങ്ങനെ ഇതാ? എക്സ് ഇങ്ങോട്ട് വരുമ്പോ 24 മൈനസ് എക്സ്, അതായത് ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും നമ്മൾ എക്സ് ഉപയോഗിച്ച് എഴുതി. ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 24 മൈനസ് എക്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ 135 ആണ്. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് എക്സ് ഇൻറ്റു ബ്രെഡ്ത്ത് 24 മൈനസ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ 135 ആണോ? സംശയമുണ്ടോ? എക്സ് ഇൻറ്റു 24 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ is equal to 135. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താക്കുന്ന അറിയോ? ഒന്നങ്ങ് തല തിരിക്കും. എക്സ് സ്ക്വയർ മൈനസ് 24 എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 135. എന്താ ചെയ്യേണ്ടത്? ഇതിനെ തിരിച്ചങ്ങ് എഴുതുക. എക്സ് സ്ക്വയർ മൈനസ് 24 എക്സ്, അപ്പത്തുള്ള നമ്പറിനോ മൈനസ് ഇട്ട് കൊടുക്കാം. മൈനസ് ഇട്ട് കൊടുക്കുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, സെറ്റ് ആണോ മക്കളെ? സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുവരെ ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എല്ലാം ശ്രദ്ധിച്ചോ. ഇവിടെ 12 ആണ് ഇവിടെ ഉള്ളത് അല്ലെ? എക്സ് സ്ക്വയർ മൈനസ് 24 എക്സ് എന്ന് പറയുമ്പോൾ ഏരിയ 135 ആണെന്ന് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ. എക്സ് സ്ക്വയർ മൈനസ് 24 എക്സ് പ്ലസ് ഞാൻ കൂട്ടുന്ന നമ്പർ ഏതാ നോക്കിയേ. 24ന്റെ പകുതി എത്രയാ? 12. 12ന്റെ സ്ക്വയർ 144 ഈക്വൽ ടു മൈനസ് 135 പ്ലസ്
144. രണ്ട് സൈഡിലും 144. എന്താ 144? 24 എക്സിന്റെ മുന്നിലുള്ള നമ്പർ. 24ന്റെ പകുതി 12, അതിന്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എങ്ങനെയാ എക്സ് മൈനസ് 24ന്റെ പകുതി -12. എക്സ് മൈനസ് 12 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു -135 പ്ലസ് 144. കുറച്ചാൽ എത്ര കിട്ടുക? 144 നിന്ന് 135 കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടും 9. സോ എക്സ് മൈനസ് 12 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ സ്ക്വയറാ? 9ന്റെ. 9 ഏത് നമ്പറിന്റെ സ്ക്വയറാ? 3ന്റെ. ശരിയല്ലേ? അപ്പൊ എക്സ് മൈനസ് 12 3 എക്സ് മൈനസ് 12 എന്ന് പറയുന്നത് 3 ആണെങ്കിൽ എക്സ് എത്രയാ മക്കളെ? 3 പ്ലസ് 12, അതായത് 15. ഓക്കെ ആണോ? 3 പ്ലസ് 12 -12 ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് 12, അതായത് 15. എക്സ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ. അതായത് നീളം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം നീളവും വീതിയും കൂടെ കൂട്ടിയാൽ വേണ്ട. വീതി എന്ന് പറയുന്നത് 24 മൈനസ് എക്സ്, അതായത് 24 മൈനസ് 15, അതായത് 9 സെന്റിമീറ്റർ. 9 സെന്റിമീറ്റർ ആണ് നമ്മളുടെ വീതി എന്ന് പറയുന്നത്. സെറ്റല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നോക്കിക്കോ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു സംഖ്യയുടെയും അതിനേക്കാൾ 8 കൂടിയ മറ്റൊരു സംഖ്യയുടെ ഗുണനഫലം 105 ആണ്. അതായത് എക്സും എക്സിനേക്കാൾ 8 കൂടിയ സംഖ്യയും കൂടെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഗുണനഫലം അഥവാ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 105. എന്റെ മോനെ, അങ്ങനെയാണെങ്കിൽ മക്കൾ പറ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 8, 8x, 105. രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ട നമ്പർ ഏതാണ്? 8 ആണെങ്കിൽ 8ന്റെ പകുതി 4, എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4ന്റെ സ്ക്വയർ 16 അല്ലെ? രണ്ട് സൈഡിലും 16 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും 8ന്റെ പകുതി എത്രയാ? 4, എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 105ഉം 16ഉം 121. അപ്പോ എക്സ് പ്ലസ് 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 121 ആണെങ്കിൽ എക്സ് പ്ലസ് 4 എത്രയാടാ? റൂട്ട് ഓഫ് 121. ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 121? നമുക്കറിയാം 11ന്റെ സ്ക്വയർ ആണ് അല്ലെ? 11ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ, എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഏതൊക്കെ സംഖ്യകളുടെ ഗുണനഫലമാണ് 105 എന്ന ചോദ്യത്തിന്റെ ആൻസർ മക്കൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചോദ്യത്തിന്റെ ആൻസർ കമന്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ്സിൽ ലൈക്ക് എന്നാണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സൈലം SSLC എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാ ദിവസവും 7 മണിക്കാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈവ് മിസ് ചെയ്യാതെ നിങ്ങൾ കാണണം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ്. ബൈ.